നമസ്കാരം. പാചകവാതകവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില പുതിയ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്ഡേറ്റുകളൊക്കെ മറക്കാതെ മുഴുവനായിട്ട് കാണുക. KYC അപ്ഡേഷനാണ്. അതായത് ഗ്യാസ് കണക്ഷൻ ഉടമകൾ നിർബന്ധമായും KYC പൂർത്തിയാക്കണം. വ്യാജ കണക്ഷനുകൾ ഒഴിവാക്കുന്നതിനും യഥാർത്ഥ ഉപഭോക്താക്കളെ കണ്ടെത്തുന്നതിനുമാണ് ഈ ഒരു നടപടി. ഇതിൻ്റെ സമയപരിധി BPCL ഉപഭോക്താക്കൾക്ക് KYC പൂർത്തിയാക്കാനുള്ള സമയം ഓഗസ്റ്റ് 23 വരെ നീട്ടിയിട്ടുണ്ട്. മറ്റ് കമ്പനികൾ ഇതുവരെ സമയപരിധി നീട്ടിയിട്ടില്ല. ഇനി ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ ആധാർ കാർഡും ഗ്യാസ് കണക്ഷൻ ബുക്കുമായി നേരിട്ട് ഏജൻസിയിൽ പോകാം. അല്ലെങ്കിൽ ഇന്ത്യൻ ഓയിൽ വൺ, ഹലോ BPCL, HP പേ എന്നീ മൊബൈൽ ആപ്പുകൾ വഴിയും ആധാർ ഫേസ് ഐ ഡി ഉപയോഗിച്ച് മുഖം സ്കാൻ ചെയ്തും വീട്ടിലിരുന്ന് ഇത് പൂർത്തിയാക്കാവുന്നതാണ്. ഇനി ഗ്യാസ് ഗുണഭോക്താക്കൾക്കുള്ള ഒരു സംശയമാണ് ഇതിൻ്റെ ഗ്യാസ് സബ്സിഡി ഇപ്പോൾ എല്ലാവർക്കും ലഭിക്കുന്നുണ്ടോ എന്ന്. നിലവിൽ ഉജ്ജ്വല യോജന പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമേ നേരിട്ടുള്ള സബ്സിഡി ലഭിക്കുന്നുള്ളൂ. പ്രതിവർഷം പരമാവധി 1200 രൂപയാണ്. ഈ പൊതുവിഭാഗത്തിൽപ്പെട്ടവർക്ക് സബ്സിഡി ലഭ്യമല്ല. ഇനി ബുക്കിംഗ് നിയന്ത്രണമാണ്. അത് ഗ്രാമീണ മേഖലയിൽ 45 ദിവസവും നഗരങ്ങളിൽ 25 ദിവസവുമാണ് സിലിണ്ടർ ബുക്കിങ്ങിനുള്ള ഇടവേള. ഈ വിവേചനം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി പേർ പരാതികൾ ഉയർത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഗ്യാസ് സംബന്ധിച്ച ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുള്ളത്. ഇതുപോലുള്ള എല്ലാവിധ അപ്ഡേഷനും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും എല്ലാവിധ അവധി അറിയിപ്പുകൾക്കും എല്ലാവിധ പെൻഷൻ അറിയിപ്പുകൾക്കും വേണ്ടി ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്താൽ ഇനിയുള്ള അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്തിപ്പെടുന്നതായി. കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുകയും ചെയ്യൂ.